ധന്യ, ഈ അമേരിക്ക ഇന്ത്യക്കെതിരെ വലിയ താരിഫൊക്കെ പ്രഖ്യാപിച്ചു, ഏതാണ്ട് യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതിനെതിരെ പഴയ ഗാന്ധിയൻ മാർഗം, അതായത് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മറുപടി എന്ന രീതിയിൽ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ, ആ മേക്ക് ഇൻ ഇന്ത്യ ഇനി മേക്കിംഗ് ഇന്ത്യയായി മാറുമോ? 2014 ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, അതാണ് ഇന്ത്യയുടെ വജ്രായുധം. താരിഫ് ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ്. അതായത് ഇന്ത്യക്കെതിരെ ചുമത്തുന്ന പിഴകൾ ഇന്ത്യയെ തകർക്കുക, ഇന്ത്യൻ വ്യാപാര രംഗത്തെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. അതിൽ ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ പകപോക്കലാണ്, വ്യക്തിപരമായ പകപോക്കൽ തന്നെയാണ് ഞാൻ നടത്തുന്നത്, അല്ലാതെ രാജ്യങ്ങൾ തമ്മിലുള്ള പോളിസി നയമല്ല. അതിന്റെ രണ്ട് കാരണങ്ങൾ പറയുന്നു. ഒന്ന്, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു, അതാണ് ട്രംപിനെ ചൊടിപ്പിച്ച ഒരു കാരണം. രണ്ട്, കശ്മീരിനെ കുറിച്ചുള്ള പ്രശ്നത്തിൽ നമ്മുടെ ആഭ്യന്തര വിഷയത്തിൽ ട്രംപിനെ മധ്യസ്ഥത വഹിക്കാൻ നമ്മൾ വിളിച്ചില്ല. നിങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ അല്ലെങ്കിൽ കശ്മീർ വിഷയത്തിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ കൈകടത്തൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി ഇനി ഇങ്ങോട്ട് വരരുത് എന്ന്. മറ്റൊന്ന്, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം നടക്കുന്ന സമയത്ത് ട്രംപ് ഇടപെട്ടാണ് ഈ വെടിനിർത്തൽ നടത്തിയത് എന്ന് ട്രംപ് ഏകദേശം 30ഓളം സ്ഥലങ്ങളിൽ ട്രംപ് ഇത് ആവർത്തിച്ചു പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, ഇനി വാ തുറന്നാൽ അടിച്ച് തന്റെ കരണക്കുറ്റി ഞാൻ ഇല്ലാതാക്കും, മര്യാദയ്ക്ക് നിന്നാൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ള താക്കീത് ഇന്ത്യ നൽകി. എന്നിട്ടും ട്രംപ് അടങ്ങിയില്ല. ട്രംപ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ഞാനാണ് പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ ഇല്ലാതാക്കിയത്. കാരണം സമാധാനത്തിന് ഒരു സമാധാനവും ഇല്ലാത്ത മനുഷ്യൻ പറയുകയാണ്, എനിക്ക് സമാധാനത്തിന് നൊബേൽ സമ്മാനം വേണം, അതിന് ഞാൻ എന്തും ചെയ്യുമെന്നുള്ളത്. അപ്പോഴാണ് പ്രധാനമന്ത്രി ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി വ്യക്തമായ നിലപാട് പറഞ്ഞത്, നമുക്ക് മറ്റു രാജ്യങ്ങള് ഇതുപോലെ നമുക്ക് മേൽ താരിഫോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ തകർക്കണമെന്ന് ശ്രമിക്കുമ്പോഴോ നമ്മൾ ചിന്തിക്കാനുള്ളത് സ്വദേശവൽക്കരണം. അത് സോഷ്യൽ മീഡിയകളാണെങ്കിലും നമ്മുടെ വ്യാപാരത്തിലാണെങ്കിലും വസ്ത്രനിർമ്മാണങ്ങളിലാണെങ്കിലും ഒക്കെ നമുക്ക് സ്വദേശിവൽക്കരണം വേണം. മേക്കിംഗ് ഇന്ത്യ അല്ല, മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഒരു ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രം എന്നതിലുപരി നമ്മൾ സ്വയം ഡിസൈൻ ചെയ്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അത് ഇന്ത്യയിൽ തന്നെ വിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അങ്ങനെയാണ് എങ്കിൽ മറ്റു രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ ഇപ്പൊ അമേരിക്കൻ വിപണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റുള്ള ഒരു സ്ഥലമാണ് അമേരിക്കൻ വിപണി എന്ന് പറയുന്നത്. ചെമ്മീനുകൾക്ക്, ടൈഗർ പ്രോൺസിനൊക്കെ വലിയ മാർക്കറ്റ് അമേരിക്കൻ വിപണികൾക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ താരിഫ് പിൻവലിച്ചതോടുകൂടി ഈ മദ്യം കുടിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ടൈഗർ പ്രോൺസ് ആണ് ടച്ചിങ്സിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പൊ കിട്ടാനില്ലാതെ കുടിയന്മാരൊക്കെ ട്രംപിന്റെ നെഞ്ചത്ത് കയറിയിടുന്ന ആറാട്ട് നടത്തുന്നു എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ആ തരത്തിലേക്ക് ടെക്സ്റ്റൈൽസ് മേഖലയായാലും സമുദ്രോൽപ്പന്നങ്ങളായാലും ഈ അച്ചാറിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഈസിയായി കരുതുന്ന പല കാര്യങ്ങളും അമേരിക്കൻ വിപണിയിൽ വലിയ മാർക്കറ്റാണ് ഇന്ത്യൻ സാധനങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിൽ നമ്മുടെ വ്യവസായ മേഖലയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് മോദി സർക്കാർ പറയുന്നത് നമുക്ക് സ്വദേശിവൽക്കരണം അത് കൃത്യമായി ഉപയോഗിക്കണം. അതായത് ഇന്ത്യൻ ഡിസൈനിങ്ങും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിൽ എത്തിച്ച് ആഗോള ശക്തിയായി മാറാനാണ് നമ്മുടെ രാജ്യം ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ശ്രമത്തിന് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. നമുക്കൊരു ആഗോള വിപണിയായി മാറണം. അതിന് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ തന്നെ ഡിസൈൻ ആക്കുന്ന സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആഗോള വിപണി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിന്റെ പൂർത്തീകരണമായിരിക്കണം ആ മാറ്റത്തിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ നമ്മളോട്, ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത്. 2014 ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വിദേശ നിക്ഷേപകരെ ഇന്ത്യയിൽ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആകർഷിക്കുക എന്നതായിരുന്നു. അതിൽ പ്രതിരോധം, വ്യോമയാനം, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, ബയോടെക്നോളജി തുടങ്ങി 25 പ്രധാന മേഖലകളിലാണ് നിക്ഷേപം ക്ഷണിച്ചത്. ഇതിനായി വിദേശ നിക്ഷേപ നിയമങ്ങൾ ലളിതമാക്കുകയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് മെച്ചപ്പെടുത്തുകയും ചെയ്തു. പ്രതിരോധം, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്, വ്യോമ സംവിധാനം, ഇതിലെല്ലാം കൂടി
ഒരു ഉൽപാദനം നമ്മുടെ പിന്നെ എന്താ പറയുക ഇന്ത്യയിലേക്ക് ഇതിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത്. എന്നാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന കാഴ്ചപ്പാട് ഇതിനും ഒരു പടി കൂടി കടന്നതാണ്. അതായത് ഇത് വെറും നിർമ്മാണം മാത്രമല്ല, ഉദ്ദേശിക്കുന്നത് വെറും നിർമ്മാണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമല്ല. ഇന്ത്യൻ ഗവേഷകർ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ എഞ്ചിനീയർമാർ നിർമ്മിച്ച് ആഗോള വിപണിയിൽ ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിൽ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ഇന്ത്യ, അതായത് ഗവേഷണ സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പുകളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യുന്നു. ഇത് മറ്റാരോ രൂപകൽപ്പന ചെയ്യുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ വിൽക്കുന്നു. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ രൂപകൽപ്പന ചെയ്ത് അത് നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ തന്നെ വിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി തദ്ദേശീയമായ സാങ്കേതിക വിദ്യയും മാനവ വിഭവശേഷി ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ലോകമെമ്പാടും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയുടെയും ഗുണമേന്മയുടെയും പ്രതീകമായി മാറുന്നു. പ്രതിരോധം, അതായത് മുൻപ് വിദേശ കമ്പനികളെ ഉൽപ്പന്നത്തിനായി ആകർഷിച്ച ഇന്ത്യ ഇപ്പോൾ സ്വന്തം ഡ്രോണുകൾ, വിമാനങ്ങൾ, തേജസ് മിസൈൽ സംവിധാനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുകയാണ്. മറ്റൊന്ന്, സാംസങ് തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വെറും അസംബ്ലി യൂണിറ്റുകൾ ഒരുക്കുന്നതിന് പകരം ഇന്ന് ഇന്ത്യ സ്വന്തമായി സെമി കണ്ടക്ടർ ചിപ്പുകൾ, ഡിസ്പ്ലേ ഫാക്ടറികൾ, 5G ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ജനറിക് മരുന്നുകളുടെയും വാക്സിനുകളുടെ ഉൽപാദനത്തിനപ്പുറം കോവാക്സിൻ പോലുള്ള തദ്ദേശീയ വാക്സിൻ ഗവേഷണങ്ങളും AI-യുടെ സഹായത്തോടെയുള്ള മരുന്ന് കണ്ടെത്തലുകളും ഇന്ത്യയുടെ ആരോഗ്യ മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇനി സൊമാറ്റോ, ബൈജൂസ്, ഓല തുടങ്ങിയ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ആഗോള വിപണിയിൽ സ്വന്തം ബ്രാൻഡുകളായി മാറുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ ബൈജൂസ് പോയെന്ന് തോന്നുന്നു. അത് പൂട്ടിക്കെട്ടി കുറെ കടമൊക്കെ കയറി പോയെന്നാണ്. അത്യാഡംബരം കാണിച്ച് പണി വാങ്ങി കൂട്ടിയത്. അതെ, ഓവർ ഇതായിരുന്നു അല്ലേ. കുറച്ച് ആ കോവിഡിന്റെ സമയത്ത് അടിച്ചു കയറി വന്നു, അതേപോലെ പോവുകയും ചെയ്തു. ഈ ക്രിക്കറ്റിനൊക്കെ ഈ ഡ്രസ് ഒക്കെ കൊടുക്കുന്ന എന്താ വെച്ചാൽ ബൈജൂസിന് പറ്റിയ അവർ ഈ കോവിഡിന്റെ സമയത്ത് എല്ലാവരും വീടിനകത്ത് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പഠനം എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ ആയിട്ട് ചുരുങ്ങി. ആ സമയത്ത് ബൈജൂസ് കരുതിയത് ഇനിയുള്ള കാലം മുഴുവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർ വലിയ രീതിയിലുള്ള സ്പോൺസർഷിപ്പ് കരാറിലൊക്കെ ഏർപ്പെട്ടു. നമ്മുടെ ലയണൽ മെസ്സിയൊക്കെ ഉണ്ടല്ലോ, ലയണൽ മെസ്സിയൊക്കെ ബൈജൂസിന്റെ ബ്രാൻഡ് അംബാസഡറായി. ഷാരുഖ് ഖാൻ ബ്രാൻഡ് അംബാസഡറായി. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസറായി. അപ്പോൾ ഇതിനൊക്കെ വലിയ രീതിയിൽ പൈസ ദൂർത്തടിച്ച് കളഞ്ഞു. അവസാനം കോവിഡ് മാറി കാര്യങ്ങൾ പഴയ അവസ്ഥയിലായപ്പോൾ ബൈജൂസിനെ ആർക്കും വേണ്ട. മുടക്കിയ കാശ് വെറുതെയുമായി. ബൈജൂസ് ഇപ്പോൾ ഏതാണ്ട് പരിങ്ങലിലാണ്. അത് കഴിഞ്ഞ് ചൈന നമ്മുടെ തന്ത്രത്തിന്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് പകരം സുരക്ഷിതമായ വിതരണ കേന്ദ്രങ്ങൾ തേടുമ്പോൾ ഇന്ത്യ വെറും അസംബ്ലി കേന്ദ്രത്തിൽ നിന്ന് ഗവേഷണ നിർമ്മാണ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ വെറും ഒരു ലോകത്തിന്റെ ഫാർമസി മാത്രമല്ല, ലോകത്തിന്റെ ഫാക്ടറിയും ലോകത്തിന്റെ ഇന്നൊവേഷൻ ഹബ്ബുമാകാൻ ഒരുങ്ങിയാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കൂടുതൽ മുന്നോട്ട് നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതായത് താരിഫ് ഒന്നും കൊണ്ട് ഭയപ്പെടുത്തണ്ട, നമ്മൾ ഭയപ്പെടുകയും വേണ്ട. ഇന്ത്യ ഒപ്പമുണ്ട്. മേക്കിംഗ് ഇന്ത്യ അല്ല, മേക്ക് ഇൻ ഇന്ത്യ. അത് തന്നെയാണ് ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം.